الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരായി തീരണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തു സഫിലെ ആറാമത്തെ വചനത്തിൽ അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമയുടെ നിയോഗത്തെ സംബന്ധിച്ച് പറയുകയാണ്. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട്, ബനൂ ഇസ്രായേല്യരോട് പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങളുടെ മുമ്പിലുള്ള, നിങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ, തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവൻ. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ, നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രമാണമായി, മതഗ്രന്ഥമായി നിങ്ങൾ കാണുന്ന തൗറാത്തിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇനി എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, അഹ്മദ് എന്ന് നാമധേയം ചെയ്യപ്പെട്ട ആ പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ലോകത്താകമാനമുള്ള ക്രൈസ്തവ സമൂഹം ഈ ഒരു പ്രവാചകന്റെ പേരിലാണ് അള്ളാഹുവിന്റെ പുത്രൻ, കഴിഞ്ഞ ഒരു ഖുത്ബയിൽ നമ്മളത് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അള്ളാഹുവിന് മകനുണ്ടായി, അതിൻ്റെ പേരിൽ ഒരു ആഘോഷം, ലോക സൃഷ്ടാവിൻ്റെ പുത്രൻ ഭൂജാതനായ ദിവസം എന്ന പേരിൽ നടത്തപ്പെടുന്ന ആഘോഷം. എന്നാൽ അങ്ങനെയൊന്ന് ആ മതഗ്രന്ഥങ്ങൾ, തൗറാത്തിലാകട്ടെ ഇഞ്ചീലിലാകട്ടെ, പുതിയ നിയമം പഴയ നിയമം, ഒന്നിലും അങ്ങനെ ഒരു പരാമർശം തന്നെ കാണുവാൻ സാധ്യമല്ല. മറിച്ച് ആ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിച്ച കാര്യങ്ങൾ ആ വേദഗ്രന്ഥങ്ങളിൽ തന്നെ വന്നത് ഇപ്രകാരമാണ്. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ് എന്നെ നിയോഗിച്ചത്. എൻ്റെ നിയമത്തിൻ്റെ ഉദ്ദേശം നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ദൗത്യങ്ങളെ തിരുത്തുവാനോ അതിനെ അസാധുവാക്കാനോ അല്ല ഞാൻ വന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വന്നത് അത് പൂർത്തിയാക്കാനാണ്. മുഴുവൻ പ്രവാചകന്മാരും എന്താണോ പഠിപ്പിച്ചത് അക്കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈസാ നബി അലൈഹിസ്സലാമയും വന്നത്. അതല്ലെങ്കിൽ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരാശയമുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പറഞ്ഞത് അക്കാര്യമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ, പ്രവാചകരെ
താങ്കൾക്ക് മുമ്പും ഞാൻ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ദൗത്യം എന്ന് പറയുന്നത് യൂഹാ ഇലൈഹി, ഞാൻ അവർക്ക് വഹ്യ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പഠിപ്പിക്കാനാണ്. മൂസാ നബി അലൈഹിസ്സലാം അതാണ് പഠിപ്പിച്ചത്. ബനൂ ഇസ്രായേല്യരെ വാർത്തെടുത്തത് അതിലാണ്. ഇസ്രായേൽ ജനത അവരുടെ ദൈവവുമായിട്ടുള്ള ഒരു കരാറുണ്ട്. ഒരേ ഒരു ജനത, ഒരൊറ്റ ദൈവം. അതാണ് ഇസ്രായേൽ ജനതയുടെ മുദ്രാവാക്യം. ഒരേ ഒരു ജനത, ഒരൊറ്റ ദൈവം. ഇതാണ് തൗറാത്തിന്റെ അടിസ്ഥാനം. ഇതാണ് ന്യായപ്രമാണമായി അവർ പറയുന്ന ഏറ്റവും അർത്ഥവത്തമായ വാക്ക്. ഒരേ ഒരു ജനത, ഒരൊറ്റ ദൈവം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇസ്ലാമും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജനതയിൽ അവിടെ പിഴച്ചുപോയി. എന്നാൽ ഇവർ പറയുന്ന ഈ വാദങ്ങളൊന്നും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ന്യായപ്രമാണങ്ങളിൽ, അതല്ലെങ്കിൽ തോറയിൽ, ആ പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന അതിൽ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മം, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന, നമ്മൾ കാണുന്ന പരിചയപ്പെടുന്ന അയൽവക്കങ്ങളിലുള്ള ഏതൊരു ക്രൈസ്തവ വിശ്വാസിയോടും ചോദിച്ചു നോക്കണം, എന്താണ് 10 കൽപ്പനകൾ? 10 കൽപ്പനകൾ. അതിനെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. ന്യായപ്രമാണങ്ങളുടെ, അതല്ലെങ്കിൽ ആ മതവേദ ഗ്രന്ഥങ്ങളുടെ ആകെ സത്ത അതാണ്. ഓരോ മാമോദിസകളിലും കല്യാണ വേളകളിലും അവരുടെ ജീവിതം ഇങ്ങനെ പുതുക്കുന്നതാണല്ലോ ഈ മാമോദിസ. ആ കർമ്മങ്ങളിലെല്ലാം ഉരുവിടുന്നതാണ് ഈ 10 കൽപ്പനകളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയുമോ? ഞാനല്ലാതെ നിങ്ങൾക്കൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ 2ാമത്തെ വചനം ഇങ്ങനെയാണ്: ഞാനല്ലാതെ വേറൊരു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലങ്ങളിലോ ഉള്ള ഒന്നിനെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കരുത്. അവയെ ആരാധിക്കുകയും ചെയ്യരുത്. ഇതാണ് 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഭൂമിയിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ആകാശത്തിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ജലത്തിനടിയിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. അവയെ പ്രണമിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പന, അറബിയിൽ അത് വായിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. ഇത് പ്രമാണമാണ്. ഇതവർ ആവർത്തിക്കുന്നതാണ്, ഇതവർ അംഗീകരിക്കുന്നതാണ്. പിന്നെ എന്ത് സംഭവിച്ചു ഇവർക്ക്? ഇവർ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കാര്യം തൃത്വം എന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ. അങ്ങനെയൊന്ന് ആ മതഗ്രന്ഥങ്ങളിൽ കണ്ടെടുക്കാൻ സാധ്യമേ അല്ല. ഇനി ഈസാ നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനകൾ, അദ്ദേഹം നടത്തിയ ഭാഷണങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആരോട് പ്രാർത്ഥിക്കണം? ഏകനായ കർത്താവിനെ മാത്രം ആരാധിക്കണം. ആ കർത്താവ് എന്നതിന് ആ വേദഗ്രന്ഥങ്ങളുടെ അറബി ഭാഷകളിൽ കൊടുത്തിരിക്കുന്നത് അള്ളാഹു എന്നതാണ്. അതിന് അള്ളാഹു എന്നാണ് അറബി ബൈബിളുകളിൽ ഉള്ളത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ ക്രൈസ്തവ വിശ്വാസികൾ, അതല്ലെങ്കിൽ ജൂതന്മാരുള്ളത്. ആ 2 മതഗ്രന്ഥങ്ങളിൽപ്പെട്ടവർ ലബനാനിലുണ്ട്, ഈജിപ്തിലുണ്ട്, ഇങ്ങനെ മറ്റ് അറബ് ദേശങ്ങളിലെല്ലാം ഉണ്ട്. അവരുടെ ഭാഷ അറബിയാണ്. അവർ വായിക്കുന്ന ആ ഗ്രന്ഥം അറബിയാണ്. അതിൽ പരാമർശിക്കപ്പെടുന്ന വാക്കുകളാണ് അള്ളാ 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 എന്നുള്ളത്. യഹോവയ്ക്ക്, കർത്താവിന് അവർ നൽകിയിട്ടുള്ള പേരങ്ങനെയാണ്, ഏകനായ അള്ളാ. പിന്നെ എവിടെയാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത്? ഇന്ന് അവർ എവിടെ എത്തി നിൽക്കുന്നു? മറിയമ്മിന്റെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു. പുണ്യാളന്മാരുടെ എത്രയെത്ര വിഗ്രഹങ്ങളാണ് ഇവരുടെ മതസ്ഥാപനങ്ങളിലുള്ളത്, ദേവാലയങ്ങളിലുള്ളത്. ഇതെല്ലാം അവരുടെ മതത്തിനെതിരായതാണ്. ഇനി എവിടം വരെ എന്നറിയുമോ? ഒരിക്കലും മൂടി വെക്കാൻ കഴിയാത്തതാണ് ഈ സത്യങ്ങൾ. അവരുടെ മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളും, പന്നിമാംസം അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് അശുദ്ധമാണ്. അത് ഭക്ഷിക്കുവാനോ അതിൻ്റെ ശവം സ്പർശിക്കുവാനോ പാടില്ല. പന്നിമാംസം ഇത്ര കണ്ട് നികൃഷ്ടമായിട്ടാണ് അവരുടെ മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? ഇനി മറ്റൊരു പരാമർശം കാണുവാൻ സാധിക്കും.
പലിശ ദരിദ്രനായ ആർക്കെങ്കിലും വായ്പ കൊടുക്കുകയാണെങ്കിൽ പലിശയ്ക്ക് കടം കൊടുക്കരുത്. ഇനി മറ്റൊരു കൽപ്പന കാണുവാൻ സാധിക്കും, പലിശ വാങ്ങുന്നവൻ സൂചിക്കുഴിയിലൂടെ ഒട്ടകം കടന്നാലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? മതഗ്രന്ഥങ്ങൾക്കും മതപ്രമാണങ്ങൾക്കും എതിരായിക്കൊണ്ടാണ് ഈ ജനത സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ എന്താണ് മതമെന്നും മതപ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും കണ്ണ് തുറന്ന് ഹൃദയം തുറന്ന് ഒരാവർത്തിയെങ്കിലും വായിച്ചു നോക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്തുമായി ബന്ധപ്പെട്ട പരാമർശം കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ ജനത, ഇബ്രാഹിം നബിയെ പിൻപറ്റുന്ന അവർക്കുള്ള പാരമ്പര്യമാണ് അബ്രഹ പ്രവാചകന്റെ പാരമ്പര്യമായ നീയും നിന്റെ സന്താനങ്ങളും തലമുറകൾ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി, നിങ്ങളിൽ പുരുഷന്മാർ എല്ലാം പരിച്ഛേദനം ചെയ്യണം, അഗ്രകർമ്മം ഛേദിക്കണം, അഥവാ ചേലാകർമ്മം ചെയ്യണം, സുന്നത്തെടുക്കണം, മാർക്കം ചെയ്യണം. ഇത് ഇവരുടെ ഇബ്രാഹിം പാരമ്പര്യം പിൻപറ്റുന്ന നീയും നിന്റെ ജനതകളും തലമുറകളായി ഈ കർമ്മം ചെയ്യണമെന്നാണ് അവരുടെ വേദഗ്രന്ഥം അവരെ പഠിപ്പിക്കുന്നത്. നമ്മളുമായി എത്ര അടുത്ത ഒരു ജനതയാണത്. അവരെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരാമർശിക്കുന്നത് അഹ്ലു കിതാബ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എത്യോപ്യയിലേക്ക് ഹിജറ പോകേണ്ടി വരികയും അവിടത്തെ ആ രാജാവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ശത്രുക്കളായ ആളുകൾ ഖുറൈശികൾ ഇവിടെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചപ്പോൾ, മക്കയിലെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളോട് പറഞ്ഞു, എത്യോപ്യയിലേക്ക് നിങ്ങൾ ഹിജറ പോകുക, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് നിങ്ങൾക്ക് തണലേകും, നിങ്ങളെ സംരക്ഷിക്കും. എന്നാൽ അവിടെ മുസ്ലിങ്ങൾ എത്തിച്ചേർന്ന് അദ്ദേഹം സംരക്ഷണം നൽകി, എല്ലാവിധ സംരക്ഷണവും നൽകി. എന്നാൽ ഖുറൈശികളായ ആളുകൾ വീണ്ടും ഇവിടെ നിന്ന് ആളെ അയക്കുകയാണ്. ഇവർ ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി വന്നവരാണ്, അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ച് നൽകണം, ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കണം, ഇവരെ ഇവിടെ പാർപ്പിക്കാൻ പാടില്ല. രാജാവ് കേട്ടില്ല. അപ്പോൾ അവർ വേറൊരു കാര്യം കൂടി എടുത്തിട്ടു, ഇവർ നിങ്ങളുടെ മതത്തെയും മതാചാരങ്ങളെയും നിഷേധിക്കുന്നവരാണ്, ഈസയെയും മറിയത്തെയും തള്ളിപ്പറയുന്നവരാണ്. അത് പുരോഹിതന്മാർക്കിടയിൽ അവിടെയുള്ള രാജ്യസഭയിൽ പ്രശ്നമായി. അങ്ങനെ പ്രവാചകന്റെ അനുയായികളെ വിളിക്കുകയാണ്, അവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ മതത്തെ ആക്ഷേപിക്കുന്നവരാണോ? ഞങ്ങളുടെ മതത്തെ തള്ളിപ്പറയുന്നവരാണോ? ഈ നാട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുന്നവരാണോ? അവിടെ വെച്ചുകൊണ്ട് ആ സ്വഹാബി ഓതാൻ തുടങ്ങി സൂറത്തും മറിയം ഓതി കേൾപ്പിച്ചു കൊടുത്തു രാജാവിനും സഭക്കും. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സഭയിലെ പലരും കരയാൻ തുടങ്ങി. ആ രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നജ്ജാശി രാജാവ് അവിടെ വെച്ച് വിശ്വസിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാം. ഇസ്ലാം ഈ വിശ്വാസങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏകദൈവ ആരാധനയും ആ പാരമ്പര്യവും മുറുകെ പിടിക്കുന്നവരാണ്. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആ രാജാവും ആ നാട്ടിലെ ചില ജനങ്ങളും തയ്യാറായി. സഹോദരന്മാരെ, കൃത്യമായി മതം പഠിക്കുകയും ഇത് എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ആദർശം ഇത് സത്യമാണ് എന്നും ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും കൊണ്ടുവന്ന മുഴുവൻ മതങ്ങളുടെയും അകക്കമ്പായ തൗഹീദ്, ഏകദൈവ ആരാധനയും ആ അള്ളാഹുവിനുള്ള യഥാർത്ഥമായ സമർപ്പണം, അൽ ഇസ്ലാം, അള്ളാഹുവിനുള്ള സമർപ്പണം, ഇതാണ് യഥാർത്ഥ മതം. ഇത് പഠിക്കാനും ജീവിതത്തിൽ അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം.
ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശം, ആ പ്രവാചകൻ മുമ്പായി കടന്നു വന്ന മോശയും മോശയുടെ സഹോദരൻ ഹാറൂനും എല്ലാം പഠിപ്പിച്ച ആദർശം ഏകദൈവ ആരാധന, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആ ജനതയോട്, തൻ്റെ ഉമ്മയെ ആക്ഷേപിക്കാൻ വന്ന, വ്യഭിചാരി എന്ന് കളിയാക്കാൻ നിന്ന ആ ജനതയോട് കൈക്കുമ്പിളിൽ കൈക്കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. ഞാൻ ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ്. ആതാനിയൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകനാണ്. വജഅലനി നബിയ്യ, എന്നെ അള്ളാഹു പ്രവാചകനും ആക്കിയിട്ടുണ്ട്. മാത്രമല്ല സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പരാമർശിക്കുകയാണ്, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ലാത്ത ആ ത്രിത്വം, മൂന്നിലൊന്ന് എന്ന വചനം ഖുർആനിലുണ്ട്. ഖുർആൻ അതിനെ വിമർശിക്കുകയാണ്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ആ ആളുകൾ അവിശ്വസിച്ചിട്ടുണ്ട് ഈ ഒരു വചനം പറഞ്ഞതിലൂടെ. എന്ത് വചനം? അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്ന് പറഞ്ഞതിലൂടെ അവർ പിഴച്ചുപോയി. വഖാലൽ മസീഹ്, എന്നാൽ ആ മശീഹ ഈസ അലൈഹിസ്സലാം ആ ജനതയോട് പഠിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയുമോ? യാ ബനീ ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. എന്റെയും നിന്റെയും കർത്താവായ ഏക കർത്താവിനെ മാത്രം നീ പ്രണമിക്കുക എന്ന അവരുടെ വേദഗ്രന്ഥത്തിലെ ഈ വചനങ്ങൾ ഖുർആൻ ആവർത്തിക്കുകയാണ്. ഇഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ബഹുദൈവ ആരാധന ചെയ്താൽ, ശിർക്ക് ചെയ്താൽ, അവൻ നരകത്തിൽ തന്നെയാണ്. അവന്റെ മേൽ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ്. അള്ളാഹു മൂന്നിലൊന്നാണ്, അള്ളാഹു മൂന്നാണ് എന്ന് പറയുന്നവർ പിഴച്ചുപോയിട്ടുണ്ട്, അവിശ്വസിച്ചിട്ടുണ്ട്. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, അവൻ ഏകനായ ഒരേ ഒരു ആരാധ്യനാണ്. അവൻ പിതാവില്ല, അവന് മാതാവില്ല, അവൻ ഏകനായ ഒരൊറ്റ ദൈവം. സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവസങ്കല്പം. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ബാക്കിയുള്ളവർ, ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവർ അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു. അങ്ങനെയാണ് മുഴുവൻ പ്രവാചകന്മാരും. ഈസ അബ്ദുല്ലാഹി വറസൂലു, മൂസ അബ്ദുല്ലാഹി വറസൂലു, ഇബ്രാഹിം അബ്ദുല്ലാഹി വറസൂലു, നൂഹ് അബ്ദുല്ലാഹി വറസൂലു, ആദം അബ്ദുല്ലാഹി വറസൂലു. അതിലൊരാൾ പോലും അള്ളാഹുവിന്റെ പുത്രനോ അവതാരവുമല്ല. ഇതാണ് കാലങ്ങളായി എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഈ ആദർശം നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം പറയുമ്പോഴും ഇസ്ലാം പറയുന്ന വലിയൊരു തത്വമുണ്ട്, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റ് ആളുകൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, നിങ്ങൾ കളിയാക്കരുത്. സത്യങ്ങൾ നിങ്ങൾക്ക് പറയാം, പക്ഷേ ആരെയും തടയാനോ ആക്ഷേപിക്കാനോ പാടില്ല. ഫൻദിർ, താക്കീത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇത്ര മാത്രമാണ് നമ്മുടെ മേലുള്ള ബാധ്യത. നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഒരു ആഘോഷത്തിന്റെ പേരിൽ എത്രയോ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിന്റെ പേരിൽ അവരോടൊപ്പം നിൽക്കണം. ആ നാടിനൊരു നിയമമുണ്ട്, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, തുല്യമായി കാണുന്ന ഒരു ആദർശമുണ്ട്. അതിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ നിലകൊള്ളണം. അക്രമകാരികളെ എന്നും മാറ്റി നിർത്തണം. ഇസ്ലാമിക ലോകം ഭരിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരുന്നു. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകൻ അവർക്ക് വകവെച്ചു കൊടുത്തിരുന്നു. എല്ലാം അവർ അംഗീകരിക്കപ്പെട്ടിരുന്നു. അവർ അവരുടെ മതത്തിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിക ലോകം കീഴടക്കിയപ്പോൾ അദ്ദേഹം നേരിട്ടാണ് അങ്ങോട്ട് പോയത്. ഒരു വലിയൊരു ആക്രമണത്തിലൂടെ അല്ല കീഴ്പ്പെട്ടത്, മറിച്ച് ഈ സത്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ, ഇതിങ്ങനെ പ്രചരിച്ചപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. ഇതൊരു സത്യമാണ്. മറ്റു വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട എല്ലാം ഒരു വക്കറക്കും വകുപ്പില്ലാതെ, ഒന്നും മാറ്റിത്തിരുത്തപ്പെടാതെ ലോകത്ത് അവശേഷിക്കുന്ന അവസാനത്തെ വേദഗ്രന്ഥം. ഈ സത്യം മനസ്സിലായപ്പോൾ ലോകം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. അവിടെയുള്ള
അവിടെയുള്ള പുരോഹിതന്മാർ പറഞ്ഞു, ഈ താക്കോൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ ഈ താക്കോൽ ഞങ്ങൾ അമീറുൽ മുഅ്മിനീന്റെ കയ്യിലാണ് ഏൽപ്പിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഈ മദീനയിൽ നിന്ന് ആ പ്രായത്തിൽ പാലായനം ചെയ്തു. ദിവസങ്ങൾ എടുത്തുകൊണ്ട് പാലായനം ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള ആളുകൾ അവരുടെ കനീസയിൽ നമസ്കരിക്കാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവിടെ നമസ്കരിച്ചില്ല. പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? ഇവിടെ ഉമർ നമസ്കരിച്ചാൽ ഭാവിയിൽ എൻ്റെ തലമുറ പറയും ഉമർ നമസ്കരിച്ചടം മുസ്ലിങ്ങൾക്കുള്ളതാണ് എന്ന്. അതിന് ഞാൻ അവകാശം നൽകുകയില്ല. ആ മുസല്ല പുറത്തേക്കിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്താണ് നമസ്കരിച്ചത്. സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാമിൻ്റെ സഹിഷ്ണുത. ആശയങ്ങൾ പറയും, സത്യങ്ങൾ പറയും, മതഗ്രന്ഥങ്ങളെ എല്ലാം താരതമ്യ പഠനങ്ങൾ പറയും. പക്ഷേ ആരെയും ആക്ഷേപിക്കുകയില്ല, ആരെയും കളിയാക്കുകയില്ല, ആരെയും ആക്രമിക്കുകയില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, വലാ തസ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, കളിയാക്കരുത്, അവഹേളിക്കരുത് എന്ന് ഇസ്ലാമിന്റെ കണിശമായ നിർദ്ദേശം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലായി എങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ്, ഹിദായത്ത് അള്ളാഹു നൽകണം. ഹിദായത്ത് പ്രാർത്ഥിക്കുക മാത്രം. ആരെയും ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. സത്യം ഉൾക്കൊള്ളുക, നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിക്കുക, ഖുർആൻ വായിക്കുക, പഠിക്കുക, പ്രവാചകന്മാരുടെ ചരിത്രവും അവർ കൊണ്ടുവന്ന ആദർശവും മനസ്സിലാക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു തൗഹീദ് ഉൾക്കൊള്ളുവാനും അതിൽ നിലനിൽക്കുവാനും അതിൽ മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നേരായ പാതയിൽ നിലനിർത്തണേ യാ അള്ളാഹ്. വിഗ്രഹാരാധനയിൽ ശിർക്കിലും പെട്ടുപോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ യാ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ യാ അള്ളാഹ്. അവരോട് കരുണ കാണിക്കണേ യാ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ യാ അള്ളാഹ്. അള്ളാഹു, രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾക്കും കടങ്ങൾക്കും നീ ശമനം നൽകണേ യാ അള്ളാഹ്. അല്ലാഹുമ്മ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുമുൽ അഹ്യാഇ വൽ അംവാത്ത്. സഹോദരന്മാരെ, വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. സല്ലു അലാ ഖാതിമിൻ നബിയീൻ വ ഇമാമിൽ മുർസലീൻ. ഖാല അല്ലാഹു തആല ഇന്ന അല്ലാഹു വ മലായിക യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലൈഹി സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശറ. ആരെങ്കിലും പ്രവാചകന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്താണ് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വറളിയല്ലാഹു അൻ അർബഅത്തിൽ ഖുലഫാ അഇമ്മത്തുൽ ഹനഫാ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ആലി ബൈതി നബിയിക الطيبين الطاهرين وأن أزواج أمهات المؤمنين وأن الصحابة أجمعين وأن التابعين ومن تبعهم بإحسان إلى يوم الدين وأنا معهم بمنك وكرمك وعفوك وإحسانك يا أرحم الراحمين. اللهم وفق ولاة أمور المسلمين لما فيه خير الإسلام والمسلمين واجعلهم عونا لهم على طاعة واصرف عنهم بطانة سوء. اللهم وفقهم لما تحب وترضى. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين.